നമസ്കാരം. ഈ ആഴ്ചയിലെ അതിഥിയെ നർത്തകി എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയാകില്ല. നൃത്തത്തെക്കുറിച്ച് പഠിക്കുകയും മറ്റാരും കൊടുക്കാത്ത തലങ്ങൾ കൊടുക്കുകയും അതിൽ ഒരുപാട് ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു നാട്യതിലകം എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ചെറുതാകില്ല. ഡോക്ടർ മേതിൽ ദേവികയാണ് ഇത്തവണ Q18 നമുക്കൊപ്പം. സ്വാഗതം. ഡാൻസ്, നൃത്തം എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു സാധാരണ പ്രേക്ഷക എന്ന രീതിയിലാണ്. അപ്പോഴും ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് നർത്തകീ ഭാവം, നർത്തകീ ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് വിശേഷണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കുറച്ച് സ്റ്റീരിയോ ടൈപ്പൊക്കെ ആണെങ്കിൽ പോലും പുറത്തുനിന്ന് നൃത്തം ആസ്വദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് നർത്തകന്മാരുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ സോണൽ മാൻസിംഗ് ആണെങ്കിൽ മല്ലിക സാരാഭായി, മൃണാലിനി സാരാഭായി, സുധാചന്ദ്രനൊക്കെ അങ്ങനെ ആ ഒരു ലക്ഷണങ്ങളുള്ള ആ ചട്ടക്കൂട്ടിലകത്ത് നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. കേരളത്തിലെ നർത്തകിമാരെ എടുക്കുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിശേഷിപ്പിക്കുക മേതിൽ ദേവിക ആ രീതിയിലുള്ള ഒരാളാണ് എന്നാണ്. താങ്ക് യു. അങ്ങനൊരു നർത്തകി ഭാവം, ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന സോക്കോൾ ടെക്സ്റ്റിലൊക്കെ എഴുതും. പക്ഷെ നന്നായി നൃത്തം ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷണം. അതിലേക്ക് വർക്ക് ചെയ്യുക, അല്ലാണ്ട് ബാഹ്യമായിട്ടുള്ള ഒരു പലപ്പോഴും ശാരീരികമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ശാസ്ത്രങ്ങളിലൊക്കെ. എന്നൊന്നും കാര്യമില്ല. നമുക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കാമെന്നല്ലാണ്ട് അതൊക്കെ പഠിച്ചതും മറന്നേ പോയിട്ടുണ്ട്. സോ ഇപ്പം നമ്മളൊരു പ്രായം കഴിയുന്നു അല്ലേ? പ്രായം കഴിയുമ്പോൾ ഈ ബാഹ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മൊമെൻ്ററി ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മൾ ഓരോ സ്റ്റേജിലും മാറും. ഇപ്പോൾ 20 വയസ്സ് കളിക്കുന്ന ഞാനല്ല ഇപ്പോൾ ഈ പ്രായത്തിൽ കളിക്കുമ്പോൾ. ബട്ട് ഫൈനലി ഒന്ന് മാത്രം നോക്കിയാൽ മതി, നമ്മുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, അത് ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. പിന്നെ വരുന്നത് നമ്മൾ ഇത് പഠിപ്പിക്കുന്ന നെക്സ്റ്റ് സ്റ്റേജ്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്റ്റേജാണ്. അത് ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. പ്രെഡിക്റ്റബിളായിട്ട് അല്ലെങ്കിൽ ഒന്നിൽ തളച്ചിടാൻ നോക്കണ്ട, അതല്ല മേതിൽ ദേവിക എന്ന നർത്തകി, മേതിൽ ദേവിക എന്ന വ്യക്തി, അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദേശമൊക്കെ ആണോ പുറത്തേക്ക് കൊടുക്കുക? ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇൻസ്റ്റ എന്നൊക്കെ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ്ലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സാധനം നമ്മളപ്പോൾ പെടുന്നു എന്നേ ഉള്ളൂ. അത് ആക്ച്വലി നമ്മുടെ ഒരു ലോങ് ടേം വർക്കിനെയൊന്നും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ പറയുന്ന പോലെ ഒരു സ്റ്റേജിലേക്കാണ് വെച്ചാൽ സ്റ്റേജിൻ്റെ ചട്ടക്കൂട്ടിൽ നമുക്ക് ചെയ്യാനറിയാം. സ്റ്റേജിൽ നിന്ന് പുറത്ത് വരുമ്പോൾ വേറെ ഫോം ഉണ്ടാക്കാനും അറിയാം. സോ ഒരു വ്യക്തിയുടെ വർക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റേജിൽ മാത്രം ഒരു പെർഫോമൻസോ ഒരു കച്ചേരിയോ മാത്രം കണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അവരുടെ ഒരു ദീർഘകാലം അതിലേക്കുള്ള ഒരു വർക്കും അതിലുണ്ടാവുന്ന മനസ്സുകൊണ്ട് അറിഞ്ഞ് ചില മാറ്റങ്ങൾ വരുത്തും. ഇപ്പോൾ ചിലതിപ്പോൾ നമ്മൾ ഇന്ന രീതിയിൽ തന്നെ ഒരു സഭയിൽ ചെയ്യണം, ഒരു ടിപ്പിക്കൽ ട്രഡീഷണലിലാണ് വെച്ചാൽ അതങ്ങനെ അല്ല. നമ്മൾ വേറൊരു ഇത് നമുക്ക് കുറച്ച് എക്സ്പ്ലോറേറ്റീവായി ചെയ്യണം വെച്ചാൽ അങ്ങനെ. ഇനി ട്രഡീഷണൽ ഒരു കച്ചേരി മാർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇനിയും നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അഭിനയത്തോടൊപ്പം തന്നെ, ആമുഖ അഭിനയത്തോടൊപ്പം തന്നെ മറ്റ് നൃത്തശൈലി, പദചലനമടക്കം, സ്റ്റെപ്പുകളടക്കം, അതൊക്കെ എങ്ങനെയാണ്? അതിപ്പോൾ നമുക്ക് ഒരു ആർട്ട് ഫോമിൻ്റെ ജനറലായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. അതിനെ നമ്മുടെ ഗുരുക്കന്മാരാണ് നമ്മളെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്നതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്ന ചില ഭാഗങ്ങൾ, ഇപ്പോൾ അഭിനയമാണെങ്കിൽ അഭിനയം, നൃത്തമാണെങ്കിൽ നൃത്തത്തിൻ്റെ ഏത് ആസ്പെക്റ്റ്, ഇപ്പം നമുക്ക് ഇനി പാട്ടാണെങ്കിൽ അതിൻ്റെ ഏത് ആസ്പെക്റ്റ് അല്ലേ. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം കൂടെ ഇപ്പോൾ തൗരത്രിക സ്വഭാവം എന്ന് പറയുമ്പോൾ ആർട്ട് ഫോമിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് തൗര്യത്ത്, ഗീതം, വാദ്യം, നൃത്തം എന്നാണ്. അതാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ആർട്ട് ഫോം. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ആംഗികാഭിനയത്തിൽ കൊണ്ടുവരാനുള്ള നമ്മൾ മാറ്റങ്ങളെക്കാട്ടിലും ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയും. നമ്മൾക്ക് പഠിപ്പിച്ച് തന്നതിൽ നിന്നും നമ്മൾ പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യക്തിമുദ്ര ഇടുന്നത്. അതിപ്പോൾ ഞാൻ മാത്രമല്ല, എന്നെ പോലുള്ള മറ്റ് ഡാൻസേഴ്സും അങ്ങനെയൊക്കെ തന്നെ. ചിലർക്ക് ചില സ്ട്രോങ് പോയിൻറ്റ്സ് ഉണ്ടാവും, ചിലവർക്ക് ചിലത് ആയിരിക്കും, ചിലവരുടെ വീക്ക് പോയിൻറ്റ്സ് എടുത്തിട്ട് എനിക്കറിയാം ഏർലി ഇയേഴ്സിൽ എനിക്ക് ബേസിക്കലി ആ ബോഡി മൂവ്മെൻറ്റ് വൊക്കാബുലറി ഞാൻ ശരിയാക്കാൻ വേണ്ടി കുറേ പെട്ടിട്ടുണ്ട്.
പിന്നെ അത് കാലക്രമേണ നമ്മൾ സ്വയം ആനലൈസ് ചെയ്യും, സ്വയം ക്രിട്ടിക്കലായിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ലാംഗ്വേജ് തന്നെ അതായത് നമ്മൾ നമ്മുടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യും. സോ എനിക്കറിയാം ഓരോ വർഷം കഴിയുമ്പോഴും പ്രത്യേകിച്ച് ഇപ്പം നമ്മളത് കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളിലാണ് ശരിക്കും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുക. പൊതുവെ ഒരു ലാസ്യതാളമുള്ള ഒരു നൃത്തരൂപമായിട്ടാണ് മോഹിനിയാട്ടത്തെ, ഒരു ലാസ്യമാണ് അതിൻ്റെ ഒരു എന്നാണ് എൻ്റെ ഒരു വിവരം കൊണ്ട് പറഞ്ഞാണ്. അതിനകത്തേക്ക് ഇത്രയും തീമുകൾ കൊണ്ടുവരാൻ കഴിയണത് എങ്ങനെയാണ്? ലാസ്യം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കാലാകാലങ്ങളായി അതിനുള്ള ടെർമിനോളജിയുടെ ഒരു മീനിങ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ മനസ്സിൽ ഒരു ആർട്ട് ഫോം എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഉണ്ട്, ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, ഇപ്പോൾ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ധാരണയുണ്ട് ഇതിങ്ങനെയായിരിക്കും. എസ്പെഷ്യലി പ്രാക്ടീഷണേഴ്സും എക്സ്പെർട്സും ആകുമ്പോൾ അവരുടെ മനസ്സിൽ ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വർക്ക് ചെയ്യാം. ചിലപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമുക്ക് ചില എക്സ്റ്റൻഷൻസ്, ഇപ്പം നമുക്ക് ഒരു കുറച്ച് കണ്ടംപററി തിയേറ്ററൊക്കെ ഇതും ഉപയോഗിക്കാം ഇതിൻ്റെ ഉള്ളിൽ. സോ ചിലവർ ആക്സെപ്റ്റ് ചെയ്യും, ചിലവർ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ മോഹിനിയാട്ടത്തിന് ഇതൊക്കെ പറ്റുമോ? ഉച്ചില എൻ്റെ ഒരു തിയേറ്ററിക്കൽ, ഉച്ചില എന്നുള്ള വർക്ക് അങ്ങനെ ഒരു തിയേറ്ററിക്കൽ എക്സ്പ്ലോറേഷനാണ്. അതിൽ ചാക്യാർ വരുന്നുണ്ട്, അതിൽ ഈ കുട്ടി ഇങ്ങനെ സമൂഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്തിൽ എഴുതുന്നതൊന്ന്, എഴുതാത്തത് നമുക്ക് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസിൽ അവിടെയാണ് ഒരു ഡാൻസറിന് ലിബർട്ടി എടുത്ത് പറയാൻ പറ്റുന്നത്. ഈ സർപ്പതത്വം ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സർപ്പാരാധനയുള്ളൊരു സംഭവം. പിന്നെ ആ ഒരു തീമിന് തന്നെ വേറൊരു ഒരു രൂപമോ ഒരു ശക്തിയോ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്? അത് വേറെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. മോർ ദാൻ ഒരു പെർഫോമൻസിനെക്കാട്ടിലും അത് എന്നെ സംബന്ധിച്ചോളം ഒരവസ്ഥ എന്നൊക്കെ പറയാം. അതിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെ അത് അവിടെ ചെയ്യാൻ സാധിച്ച് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. സോ പക്ഷെ അതിലേക്കും അതെ നമ്മൾ ഈ ഒരു പൊതുവേ ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയാലും നമ്മുടെ ഈ സർപ്പൻറ്റൈൻ എനർജി എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഫെമിനിൻ എനർജി ആൻഡ് ഈവൻ ഇൻ ഫിസിക്കാലിറ്റി, റൈറ്റ്? മോഹിനിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂമുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് കുറേ പരീക്ഷണങ്ങൾ നടത്തുന്ന പോലെ ഉണ്ട്. അതെങ്ങനെ? അല്ല, ആദ്യമേ അങ്ങനെയാണല്ലോ, പണ്ടുള്ള പോലെയല്ല നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കലാമണ്ഡലത്തിലുള്ള വൈറ്റിൽ ഗോൾഡും മുടിക്കെട്ട് സൈഡിലും ഉള്ളത്. അതിന് മുമ്പ് അതൊന്നും ആയിരുന്നില്ല. അത് പിന്നെ കലാമണ്ഡലം അതിനെ ഒരു ഇതാക്കി പിന്നീട് ഒരുപാട് പേര് പിന്നെ കളർ ബ്ലൗസുകൾ വരുന്നു, പിന്നെ കളർ മാറുന്നു. ഇപ്പോൾ സർപ്പതത്വത്തിൽ തോതി വിനീത നെടുങ്ങാടി പാൻ മോഡലാക്കിയിട്ടുണ്ട്. ബിക്കോസ് ആ നൃത്തം ശരിയായി കാണണം, കാലിൻ്റെ മൂവ്മെൻറ്റ്സ്. മറ്റേത് നമ്മൾ പാവടയുടെ ഉള്ളിൽ അത് കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കറക്റ്റാണ്. സോ അത്തരം ഇംപ്രവൈസേഷൻസ് വരുത്തിയാലും അടിസ്ഥാനമായിട്ട് ആ മോഹിനിയാട്ടത്തിൻ്റെ സ്ഥാനമാണ്. അങ്ങനെയാണ് ആ കലോത്സവ വേദികളിലേക്ക്. കലോത്സവ വേദികൾ ഞാൻ ഫോളോ ചെയ്യാറില്ല, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ജഡ്ജായിട്ട് ഇരിക്കാറില്ല എന്നതിൻ്റെ ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇരുന്നിട്ടില്ല. സാധാരണ നൃത്തത്തിൽ അങ്ങനെ കേൾക്കാത്ത തീംസൊക്കെ, ഭർത്തൃമാതാവുമായിട്ടുള്ള സംഭാഷണം, അതൊക്കെ എങ്ങനെയാണ് ഡാൻസിലേക്ക് കൊണ്ടുപോകുന്നത്? അത് ഈ ഇടയ്ക്ക് ചെയ്തതാണ് ഭർത്തൃമാത സംവാദം. നമുക്ക് ഈ നായിക സഖി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ. സഖി എന്ന് വെച്ചാൽ ആക്ച്വലി സാക്ഷിയാണ്. സോ അതിന് പകരം ഇത്തവണ അമ്മായിയമ്മയും മരുമകളാക്കാൻ വിചാരിച്ചു. അതാവുമ്പോൾ കുറേ കൂടെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. അതിൻ്റെ ലിറിക്സ് ഒരു മറ്റേ ശാന്ത രവീന്ദ്രൻ എന്നുള്ളൊരു ഫേമസ് റൈറ്ററാണ്. ദെൻ അതിൻ്റെ മ്യൂസിക് ഞാനാണ് ചെയ്തത്. മീര രാമോഹൻ എന്ന് പറയുന്ന ഒരു കഥകളി സിംഗർ, ബ്യൂട്ടിഫുള്ളായി അവർ പാടിയിട്ടുണ്ട്. അത് ബിക്കോസ് ഒരു സംഭാഷണം പോലെയാണ് അവർ ആക്ച്വലി അത് അതിൽ മുകളിൽ അടക്കമുണ്ട്. സോ അപ്പം ഒരു നമുക്ക് തോന്നുന്ന ഒരു ക്ലാസിക് ഒരു ലാംഗ്വേജിൽ നിന്ന് തുടങ്ങി പതുക്കെ അത് കൊളോക്കിയൽ ആവുകയും കാര്യത്തിലോട്ടേക്ക് കടക്കുകയും, അപ്പം ഇവർ രണ്ടുപേരും ഹ്യൂമറിന്റെ എലിമെന്റ് കടന്നു വരുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര റെയർ ആയിരിക്കും മോഹിനിയാട്ടം. ആൾക്കാർ ഭയങ്കര ചിരിയായിരുന്നു. പക്ഷേ ഞാൻ പറയാ അതൊരു ആ രണ്ട് വിമനും ഷെയർ ചെയ്യുന്ന ഒരു മോമെൻ്റ് ആണ് ഇതിൽ ശരിക്കും. മരുമകളുടെ ജീവിതത്തിൽ അമ്മായിയമ്മ എടുത്ത് വെക്കുന്ന ഒരു കറേജ് ഉണ്ടല്ലോ,
എന്താണ് എന്ന് ചോദിക്കാൻ അത്രേ ഉള്ളൂ. പക്ഷേ അതെന്തോ ചെയ്യാനും രസമാണ്. ബിക്കോസ് പ്രത്യേകിച്ച് ഒരു മലയാളി ഓഡിയൻസ് ഇരിക്കുമ്പോൾ ഭാഷ മലയാളം ആയതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്നും കൂടെ ഈസിയാണ്. ഭാഷ മലയാളം അവർക്ക് അറിയുന്നതുകൊണ്ട് വലിയ എളുപ്പമാണ് നമുക്ക് ഇത്തരം തീംസ്. ഇപ്പോൾ ഇതേ സാധനം ഒരു തമിഴ് ഓഡിയൻസ് ആണ് വെച്ചാൽ ചിലപ്പോൾ ഇത്രയും ആസ്വദിക്കാൻ, എന്താ വെച്ചാൽ വരികൾക്കൊരു ആസ്വാദനം കൊടുക്കാനൊരു കഴിവുണ്ടല്ലോ. ഒരു യുണീക്ക് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ക്രോസ് ഓവർ. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി വരികയൊക്കെയുണ്ടായി. എന്തായിരുന്നു അതിൻ്റെ വസ്തുത? അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്, ഒരാൾക്കിപ്പം ഒരു മനഃപൂർവ്വം എന്നെ ഒരു പേഴ്സണൽ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്യുകയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അവർക്ക് അതിലുണ്ടാവുന്ന ഒരു പേഴ്സണൽ ഗെയിനും വേണ്ടിയിട്ടാണ് അത്. അതിനിപ്പോൾ റെസ്പോണ്ടിങ് എന്ന് പറയണത് നമുക്ക് ഒരു ലോജിക്കൽ റെസ്പോൺസ് പറ്റില്ല, പറഞ്ഞാലും അത് മനസ്സിലാവില്ല നമ്മൾക്ക്. അതിന് ഞാൻ ലീഗൽ പ്രൊസീഡിങ്സ് അതിനെതിരെ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തി പറയുന്നത് അവർ ISL മാത്രം, അവരുടെ ആശയം കറക്റ്റായി പറയാം, അവരെന്നെ പറയുന്നതാണ് ISL മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു യുണീക്ക് ഡാൻസ് ഫോം, നൃത്തരൂപം അവരുണ്ടാക്കി, അവർ സ്വയം ഉണ്ടാക്കുകയാണ്. അതിലൂടെ ഈ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് ക്ലാസിക് പാട്ടുകൾ അതിലൂടെ പരിചയപ്പെടുത്തുകയും അവർ ജനങ്ങൾക്ക് ISLും പരിചിതമാക്കുന്നു. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കമ്മ്യൂണിറ്റി, ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്. ഇതാണ് അവരുടെ ആശയം. ഇതൊന്നുമല്ല എൻ്റെ ആശയം. അപ്പോൾ ഞാൻ ISL മാത്രം ഉപയോഗിക്കുന്ന ഒരു യുണീക്ക് ഡാൻസ് ഫോമല്ല, പെർഫോമൻസ്. ISL മാത്രമല്ല അവിടെ വരുന്നത്, മറ്റുള്ളവരേക്ക് ISL പഠിപ്പിക്കാൻ ഞാനൊരു ISL ടീച്ചറോ ഇൻസ്ട്രക്ടറോ ഒന്നുമല്ല. ഐ ആം ഓൺലി എ ഡാൻസർ. അവിടെ തന്നെ ആശയം പോയി. എന്താ വെച്ചാൽ ലാംഗ്വേജ് അതാണ് ചോദിച്ചത്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന അലിഗേഷൻ അതായിരുന്നു, ഇത്ര എളുപ്പത്തിൽ എങ്ങനെ സൈൻ ലാംഗ്വേജ് പഠിക്കാനാണ് ഒരാൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ യുണീക്ക് ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ പലരും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ക്രെഡൻഷ്യൽസ് അവർക്കുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് ആ ഡാൻസ് ഫോം ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യാം. അവർ യുണീക്ക് ഡാൻസ് നൃത്തരൂപം അവരങ്ങോട്ട് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്ത്, ആര് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു? ഈ ഇന്ത്യയിലുള്ള ഒരു കേരളത്തിൽ നിന്ന് ഒരു ഡാൻസ് ഫോം രൂപപ്പെടുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ അറിയാണ്ട് പോയത്? അദ്ദേഹം കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ സർക്കിളിലുള്ള ആരും കേട്ടിട്ടില്ല ഈ പറയുന്ന പ്രാക്ടീഷണേഴ്സ്. ഡാൻസ് ഫോം അപ്പോൾ യുണീക്ക് ആവണം. അത് നോക്കുമ്പോൾ അവർ തന്നെ മോഹിനിയാട്ടം വേഷമിട്ട് ഭരതനാട്യത്തിൻ്റെ മൂവ്മെൻറ്റും ഇട്ട് അതെങ്ങനെ യുണീക്ക് ആവും? ഫോം എന്ന് പറയുമ്പോൾ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല. അത് ഇറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ. പിന്നെ ISL അവർ ഉപയോഗിക്കുന്നു ഹസ്താഭിനയമായി സ്വാതി തിരുനാൾ പാട്ടുകളിൽ. ISL പഠിച്ച ആർക്കും പാട്ടിന് ഉപയോഗിക്കാം. അതിപ്പോൾ ഒരു ഡാൻസ് ഫോം ആവുന്നില്ല. ഫോം ഡിഫൈൻ ചെയ്യപ്പെടണം. പിന്നെ അവർ ISL ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കും. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം. പക്ഷേ എൻ്റെ ഇതൊന്നുമല്ല. ഒരു ടീച്ചർ കണ്ടിട്ട് ഇതെങ്ങനെ ഒരു ഡെഫിനറ്റ്ലി അത് നമ്മളെ ആ ഇഞ്ചുറി വരുത്താനുള്ള മോട്ടീവാണ്. അപ്പോൾ ഞാൻ DHH കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ പോകാനുള്ള സർക്കംസ്റ്റൻസസ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഇസ് ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കമ്മ്യൂണിറ്റി. സാധാരണ കേൾവി ശക്തിയുള്ള ആൾക്കാർക്ക് തന്നെ നമ്മുടെ ക്ലാസിക്കൽ ഫോമിൻ്റെ ലാംഗ്വേജ് എത്രയോ പേര് നമുക്കിതൊന്നും മനസ്സിലാവില്ല പറയുന്ന ആൾക്കാരാണ്. ഇവരിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ISL ഒരു ഇൻ്റർവീനിങ് മീഡിയമായി വന്ന് എൻ്റെ ആർട്ട് ഫോം, ഞാൻ മോഹിനിയാട്ടത്തിൽ സൃഷ്ടിച്ച എൻ്റെ കുറച്ച് വർക്കുണ്ട്, ഈ വർക്ക് അവരിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഈ വർക്കിൽ ദെഫോ അവരുടെ ISL എൻ്റെ വർക്കിലുള്ള എസ്തെറ്റിക് ലാംഗ്വേജ്, മോഹിനിയാട്ടത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ വേറൊരു ലക്ഷണഗ്രന്ഥത്തിൻ്റെ മുദ്രാഭാഷയും കൂടെ ഇതിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ISL ഓൺലി കംസ് ആസ് എ മീഡിയം. ഇതെങ്ങനെ ഒരാശയമില്ല. സോ അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരുന്നു, പേഴ്സണൽ ഗെയിൻ ആണ്. ഐ വുഡന്റ് വാണ്ട് ടു കമൻറ്റ് ഓൺ ദാറ്റ്. അത് നമ്മൾക്ക് ഒരാളെ ഇപ്പോൾ കൊറോണ സമയത്ത് ഞാൻ ഇത് ചെയ്തു, ഇൻസ്ട്രക്ഷണൽ വീഡിയോ. എൻ്റെയാണ് ആദ്യം ആ കാലഘട്ടത്തിൽ അത് ഗൂഗിൾ ട്രെൻഡിങ് ആയി. വൺ ഓഫ് ദി ഫസ്റ്റ് വീഡിയോസ് ആയിരുന്നു. അതിനുശേഷം മോഹിനിയാട്ടത്തിൽ തന്നെ ഈ കൊറോണയുടെ ഇൻസ്ട്രക്ഷണൽ വീഡിയോസ് പേരുകേട്ട നർത്തകിമാർ പോലും ചെയ്തിട്ടുണ്ട്.
അത് എൻ്റെ ആശയമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തൊരു യുക്തിയില്ലായ്മയാണ്. ആശയം ഇൻസ്പയർഡ് ആവും, അവരവരുടെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ സെയിം ആണോ നോക്കിയാൽ മതി. അവർ ഉപയോഗിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് ലാംഗ്വേജ് അല്ലേ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗ്രേസ്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോ, നിങ്ങൾ എന്ത് ചെയ്തോ, ഡീഫെയിം ചെയ്യുമ്പോൾ ലീഗൽ ആക്ഷൻ എടുക്കും. മാത്രമല്ല ഒരു ഒരു ടീച്ചറായി നിൽക്കെ അവർ മിസ്ലീഡ് ചെയ്യണോ. ഇപ്പം ഞാനിത് പറയുന്ന അവരെ മനസ്സിലാക്കിപ്പിക്കാനല്ല, കുറേ പേരെ അവർക്ക് മിസ്ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫസർ സി വി ചന്ദ്രശേഖർ സാറൊക്കെയാണ് നമ്മുടെ എക്സാം. അത് ഈ പറയുന്ന മോശം ലാംഗ്വേജിൽ അങ്ങനെ ഒരു അപ്പോൾ യോർക്ക് യൂണിവേഴ്സിറ്റി എന്തായി, IIST എന്തായി. സോ അതും തന്നെ ഞാനൊന്ന് നോക്കി എന്താണ് ഉദ്ദേശം ഇതാണ് എന്ന് വളരെ വ്യക്തമാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണൽ ഇഞ്ചുറി വരുത്തുകയും അവർക്ക് പേഴ്സണൽ ഗെയിൻ വരുത്തുകയും. അതുകൊണ്ടാണ് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ബൈ ലോ ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. അത് ഉള്ള പ്രൊസീഡിങ്സ് അതുപോലെ തന്നെ എടുത്തിരിക്കും. അവർക്കും അവരുടെ ഹെൻച്ച്മെനും എടുത്തിരിക്കും. 44 വർഷത്തെയൊക്കെ ആ നൃത്ത ജീവിതം, അത് പുതിയ കാലം ശരിക്കും തിരിച്ചറിയുന്നുണ്ട് ഇല്ല, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് കൂടുതൽ ന്യൂ ക്രിയേറ്റേഴ്സിലാണ് കാണുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ജനറേഷനിലെ ഡാൻസേഴ്സും ഡാൻസ് ടീച്ചേഴ്സ് തമ്മിൽ എന്തൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും വി ആർ വെരി ടോളറൻറ്റ് ഓഫ് എൻ അതർ പേഴ്സൺസ് വർക്ക്. നമുക്ക് വ്യക്തമായി അറിയാം ഏതാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തതാണ്, ഏതാണ് ഒരു ജനറൽ ഇൻസ്പിറേഷൻ എന്ന് വരുന്നത്. യുനോ ഏതാണ് ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ എനിബഡി ക്യാൻ ഹാവ് എനി ഇതിലും. നമ്മുടെ പണ്ട് കാവലം സാർ പറയും, ദേവിക കണ്ടൻറ്റിലല്ല കിടക്കുന്നത്, എങ്ങനെ ചെയ്യുന്നതിലാണ് കിടക്കുന്നത്. സോ നമ്മൾ പ്രത്യേകിച്ച് ലാംഗ്വേജ് വരുമ്പോൾ, ഇപ്പോൾ ഹിന്ദിയിൽ നിങ്ങളൊരു പാട്ട് പാടി, വേറൊരാൾ ഹിന്ദിയിൽ പാടണമെന്നെങ്കിൽ നിങ്ങളെ എക്നോളജ് ചെയ്യണം പറയുന്ന ഒരു വലിയ നർത്തകരുടെയൊക്കെ നൃത്താവിഷ്കാരങ്ങളൊക്കെ ചെറിയ ചെറിയ റീൽസൊക്കെ ആയിട്ട് പുനഃസൃഷ്ടിക്കപ്പെടുക. എന്നിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇത് ചെയ്യുന്ന ഈ ചെറിയ ആ റീലുകൾക്ക് പോവുക. എന്നിട്ട് ആ ഒറിജിനൽ ക്രിയേറ്റർ എപ്പോഴെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഇത് ഇവരുടെ നിന്നാണ് എടുത്തതെന്നും പറയുക. എന്നോട് പറഞ്ഞ കേട്ടോ ഇതിന്. അതൊരു വല്ലാത്തൊരു ഒരു ടെൻഡൻസി അല്ലേ? പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ അല്ലേ ഇപ്പോൾ? ചെയ്യാൻ പറ്റണം. അതിനാണ് നമുക്ക് നമ്മുടെ പല വർക്കും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അത് നമ്മൾ ഡിജിറ്റൽ കൾച്ചർ വരുമ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം. മാത്രമല്ല നമുക്ക് റിവ്യൂസ് ഒക്കെ ഉണ്ട്, പണ്ട് നടന്നതിൻ്റെ റിവ്യൂസ്, അതൊക്കെ ഇറ്റ് ഹെൽപ്സ് യു. ഈ ഡെയിലി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി നടക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലം. യു ഹാവ് ടു ഇഗ്നോർ. യു സി ആഫ്റ്റർ സം ടൈം ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ടല്ലോ. നമ്മളിപ്പോൾ നമ്മളുടെ എതിരെ വരുന്ന ക്രിറ്റിസിസംസും ഒക്കെ ഐ ഹാവ് ഇഗ്നോർഡ്. പക്ഷേ വ്യക്തിഹത്യയാണ് മോട്ടിവിച്ചാൽ അത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഇത്തരം വർക്ക് ചെയ്യാൻ മറ്റുള്ള കുട്ടികൾ തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ ഡീമോറലൈസും ഡീമോട്ടിവേറ്റും ചെയ്യാൻ കൂടെയാണ് വേറെ ആൾക്കാരുടെ ആഗ്രഹം. അതിന് അനുവദിച്ച് കൊടുക്കരുത്. സോ കുറേയൊക്കെ ഇഗ്നോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അതിൽ ഫുൾ റിലീജിയസ് മോട്ടീവ്സ് ആണ് വരുന്നത്. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈലി റിലീജിയസ് ആണെന്നൊക്കെ പറയാൻ പറ്റുമോ? എത്രയോ പേര് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഇന്നത്തെ കാലത്ത് അതുപോലും നമുക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് പോലും ചെയ്താൽ നമ്മളെ ഒരു പർട്ടിക്കുലർ സെക്ടറിലേക്ക് ആക്കി മാറ്റുന്നു. അതൊക്കെ ഇഗ്നോർ ചെയ്യാന്നല്ലാണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഐ തിങ്ക് നമ്മൾക്ക് വർക്ക് ഇഷ്ടം. ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് DHH കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ എൻ്റെ വേറെ വർക്ക് ലൈവായി ചെയ്തു. ഇപ്പം പറഞ്ഞല്ലോ നമ്മളിപ്പം റിലീജിയസ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അത് ഇന്ന് പ്രത്യേകിച്ച് ദേ വിൽ ആസ്ക് യു എന്താണ് നിങ്ങളുടെ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളുടെ ഐഡിയോളജി എന്താണ്. ഇതൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. നമ്മളെ ഫാസിനേറ്റ് ചെയ്യുന്ന ഈ ചോദ്യങ്ങളിൽ നിന്ന് കലാകാരന്മാർ നമ്മൾക്ക് പൊളിറ്റിക്കലി എപ്പോഴും കറക്റ്റ്, ഇപ്പോൾ എഴുത്തുകാർക്കും ഉണ്ട്, നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നാൽ നമ്മളുടെ സെൽഫ് എക്സ്പ്രഷനോട് നമ്മൾക്ക് നീതി പുലർത്താൻ സാധിക്കില്ല. എപ്പോഴും ഞാൻ ചെയ്യുന്നത്
പൊളിറ്റിക്കലി കറക്റ്റ് ആവണം, ആരെയും ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആർക്കും അത് ഇന്നവർക്ക് അങ്ങനെ തോന്നരുത്, അന്നവർക്ക് അങ്ങനെ തോന്നരുത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും സൃഷ്ടി ഉണ്ടാവില്ല. സൃഷ്ടി കംസ് ഫ്രം വിത്തിൻ. സംടൈംസ് അങ്ങനെ വേണമെന്നെങ്കിൽ നമ്മളൊരു ആക്ടിവിസം ആയിട്ട് ചെയ്യാം, ഒരു ഡാൻസ് ആക്ടിവിസം. It can be in many ways. If you want to make a statement, you can use dance for a statement. If you want it for pure aesthetic pleasure, do it for that. If you want to, വേറൊരു ഇൻക്ലൂഷൻ ആണ് നമ്മൾ എയിം ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അത് വളരെ വ്യക്തമായിരിക്കണം. അത് നമ്മൾ ക്ലാസിക്കൽ ഡാൻസേഴ്സൊക്കെ ഇത് പഠിക്കുന്ന, മറ്റ് റിലീജിയൻസ് ആൾക്കാരും ഒക്കെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന, നമ്മൾ സ്തോത്രങ്ങൾ തന്നെയാണ് അവിടെ അതിൻ്റെ പ്യുവർ ഏസ്തെറ്റിക് പ്ലെഷർ മാത്രമേ നോക്കുന്നുള്ളൂ. ഇതൊന്നും നമ്മൾ ഭദ്രകാളിയെ ചെയ്യുമ്പോൾ ഞാൻ ഭദ്രകാളിയാണെന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾക്ക് അതിൽ എന്നെ പോലെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പോൾ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ഡിപ്പിക്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള പോസിബിലിറ്റീസാണ് വിഷ്വലിൽ ഡാൻസിൽ കൂടെ വരുത്താവുന്ന പോസിബിലിറ്റീസ് മാത്രം. പക്ഷേ നമ്മളൊന്നും ഇവരെ കണ്ടിട്ടില്ല. അത് നമ്മൾക്ക് ഒരു മിത്തോളജിയോ ഹിസ്റ്ററിയോ തരുന്ന കുറേ ഡീറ്റെയിൽസും നമ്മുടെ ഇമാജിനേഷൻ. പക്ഷേ സിനിമ ഫീൽഡിലുള്ളവർ പോലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം നമ്മൾ സോഷ്യലി കോൺഷ്യസ് ആവണം. നമ്മളല്ലേ സോഷ്യലി കോൺഷ്യസ് ആവണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിലേക്ക് കിടക്കണം. നമ്മുടെ വർക്ക് കുറേ സ്ഥലത്തേക്ക് എത്തുകയാണ് അല്ലേ. ഇപ്പം കൊറോണയുടെ വീഡിയോസ് ചെയ്ത സമയത്ത് അത് എത്രയോ ലക്ഷങ്ങളായി പെട്ടെന്ന് അത് കാണാനില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഏതോ ഒരു സാധനം അവർക്ക് ആ ഒരു കൊണൊട്ടേഷൻ അവർക്ക് ഇറ്റ് ഹേർട്ട് ദെയർ സെൻറ്റിമെൻറ്റ്. പിന്നീട് അത് ഇറ്റ് കെയിം ബാക്ക്. സോ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് യു കാൺ ബി അവെയർ ഓഫ് എവറിത്തിങ്. ഇഫ് യു ആർ അവെയർ യു ആർ ഗുഡ്. യു കാൺ ബി അവെയർ. നമ്മൾ ആവുന്നതും ആരെയും നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കുക. നമ്മുടെ വർക്ക് മോട്ടീവ് അതാണ് വെച്ചാൽ തന്നെ നമ്മൾ 90% രക്ഷപ്പെട്ടു. നമ്മൾ ആരെയും ഉപദ്രവിക്കാനല്ലല്ലോ നമ്മുടെ ആർട്ടിൻ്റെ പേർപ്പസ്. അതാണോ? കല പൂർണ്ണമായും ആക്ടിവിസം മാത്രമായിട്ട് ചുരുക്കാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പക്ഷെ അവർ വളരെ വ്യക്തമാണ്. ഇപ്പം ഞാനൊരു വളരെ റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ടല്ല ഞാൻ ഡാൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഈ വിഷ്വൽസും ഇതിൻ്റെ ഒരു എസ്തെറ്റിക്സും തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു ട്രഡിഷനാണ്. എത്രയോ അതാണ് പറയുന്നത്, ക്ലാസിക്കൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം. ട്രഡീഷണലായിട്ട് നമുക്ക് എത്രയോ ഈ കാലാകാലങ്ങളായി ഒരു സ്ട്രിക്റ്റ് സിസ്റ്റമും ഒക്കെ, ആ സിസ്റ്റമിൽ നിന്നുകൊണ്ട് നമ്മളോട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വലിയൊരു സ്പേസാണ് നമ്മുടെ കലകൾ, നമ്മുടെ ട്രഡിഷൻ ഇന്ത്യയിൽ നമുക്ക് തരുന്നത്. സോ അത് എക്സ്പ്ലോർ ചെയ്യാന്നല്ലാണ്ട് നമ്മൾ ആരാണ് എന്ത് ചെയ്യുന്നു അത് ഇതാണോ ഒന്നും നോക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്കൊന്നും നടക്കില്ല. അരാഷ്ട്രീയവാദിയാണ് അങ്ങനെയും ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ആയിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. നൃത്തത്തിൻ്റെ തിരക്കുകൾക്കിടയിലെല്ലാം ഇപ്പോൾ സിനിമയിലേക്ക് കൂടി ഒരുപാട് തവണ സിനിമയിലേക്ക് വിളിച്ചിട്ട് പക്ഷേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് അതെടുക്കാം. അതെന്ത് പറ്റി എന്താവോ അങ്ങനെ തോന്നിയത്? എനിക്ക് അവർ കുറേ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് ഈ പറയുന്ന വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. റൈറ്റ്. സോ മാത്രമല്ല അവർ നല്ല ടീമാണ്. പണ്ട് ചെയ്യാതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. ഐ ഹാഡ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് മൈ സെൽഫ് ഇൻ ഡാൻസ്. സിനിമ ഒരു സേഫ് ഇൻ ദ സെൻസ് ഒരു ലോങ് ടേം കരിയർ പ്രോമിസ് ചെയ്യുന്നില്ല എന്ന് അന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയായിരുന്നു ഇറ്റ് ഇസ് വെരി അൺലെസ് യു ആർ എക്സ്ട്രീംലി ഗുഡ്. ഐ വാസ് നോട്ട് ഫാസിനേറ്റഡ് അന്ന് ബൈ സിനിമ. ഇന്നും ഇറ്റ് ഡസൻറ്റ് ഫാസ്റ്റ് സീരിയസ്ലി. പക്ഷെ ആർട്ട് എന്നുള്ള രീതിയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു ഏതെങ്കിലും പ്രധാനപ്പെട്ട സന്തോഷം? എനിക്ക് നഷ്ടപ്പാടായിട്ടൊന്നും തോന്നില്ല. ഇത്രയും എത്രയോ വർക്കുകൾ എൻ്റെ ഓൺ വർക്ക് എൻ്റെ കോപ്പസിലും അറൗണ്ട് 60 ഉണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തില്ലേ. ഇപ്പോൾ സിനിമ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ നല്ല ടീമാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഫേവറബിൾ ആയിരുന്നു. 10 days ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കാലത്തും പ്രയോറിറ്റി നൃത്തം തന്നെയാണ് എല്ലാ സമയത്തും. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഡാൻസ് പെർഫോമൻസ് ഇനി കുറേ മുമ്പത്തേക്ക് ഇനി നല്ലത് ഡോക്യുമെൻ്റ് ചെയ്യാനുണ്ട് എനിക്ക്. എൻ്റെ ഇനി ഈ പറയുന്ന പോലെ കുറച്ച്
സ്ഥലങ്ങളായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക് ഉണ്ടാക്കണം. കുറച്ചുള്ള സ്പേസസ് ഈ പറയുന്ന പോലെ ടെറൈനിനെ ബേസ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യണം. പിന്നെ നമ്മളിനി ഒരു ജനറേഷനെ ഇനി ഉണ്ടാക്കണം, ഒരു ട്രാൻസ്മിഷൻ നടക്കണം. അതാണ് ഇപ്പം എൻ്റെ മോട്ടീവ്. ആ ട്രാൻസ്മിഷനിൽ ഇപ്പോൾ എനിക്കധികം കുട്ടികളൊന്നുമില്ല, ഒരു 10 കുട്ടികളാണ് വെച്ചാൽ ആ 10 കുട്ടികളിൽ അറ്റ്ലീസ്റ്റ് 1 or 2 ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അത് നടന്നാൽ നല്ലത്. തീർച്ചയായിട്ടും നൃത്തത്തിൻ്റെ ആ കരിഷ്മ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിലൂടെ നർത്തകി എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യും. വളരെയധികം നന്ദി ഡോക്ടർ മേധ ദേവിക നിങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.